വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോടിനെയും വയനാടിനെയും ബന്ധിപ്പിക്കുന്ന താമരശ്ശേരി ചുരം വഴി ഒരു കാളവണ്ടി പോവുകയായിരുന്നു. കാളവണ്ടിക്കാരന് എന്തോ ഒരു ധൃതിയുണ്ട്. അതുകൊണ്ട് തന്നെ യാത്ര ചെയ്യുന്ന ആൾ ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ വളരെ വേഗത്തിൽ ഇങ്ങനെ വണ്ടി ഓടിക്കുന്നത്? കുറച്ച് പതുക്കെ പോയാൽ പോരെ? അപ്പോൾ അയാൾ പറഞ്ഞു, ഈ വഴി കുറച്ച് അപകടം പിടിച്ചതാണ്. സമയം വളരെ വൈകിയിരിക്കുന്നു. ഈ സമയം നമുക്ക് പോകുന്നത് സുരക്ഷിതമല്ല. അർദ്ധരാത്രിയോട് അടുത്തപ്പോഴേക്കും അവർക്ക് ആ കാട്ടിൻ്റെ ഉള്ളിൽ നിന്ന് വളരെ വലിയ ഒരു അലർച്ച കേൾക്കാനായിട്ട് സാധിച്ചു. ചങ്ങലയുടെ ശബ്ദവും അവർ വളരെ അടുത്ത് കേട്ടു. അത് അവരുടെ വണ്ടിയുടെ അടുത്തേക്ക് വരുന്നത് പോലെ അവർക്ക് തോന്നി. ആ കാളവണ്ടിയിൽ യാത്ര ചെയ്ത ആൾ വളരെ ഭയത്തോടെ ചോദിച്ചു, എന്താണ് ആ ഭയാനകമായ ശബ്ദമെന്ന്. കാളവണ്ടിക്കാരൻ പറഞ്ഞു, അത് കരിന്തണ്ടൻ്റെ ആത്മാവാണ്. കരിന്തണ്ടനോ? അതാരാണ്? ഈ താമരശ്ശേരി ചുരം ഇവിടെ വരാൻ കാരണക്കാരനായ ആദിവാസി മൂപ്പനാണ് അയാൾ. അദ്ദേഹത്തിൻ്റെ കഥ കേൾക്കണം. കരിന്തണ്ടൻ എന്ന് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഒരിക്കൽ ബ്രിട്ടീഷുകാരെ സഹായിച്ചതിൻ്റെ പേരിൽ സ്വന്തം ജീവൻ തന്നെ അപകടത്തിലായ ആ ധീരനായ മനുഷ്യൻ്റെ കഥ കേൾക്കണ്ടേ? വെൽക്കം ടു ദ മിസ്റ്റിക് വേൾഡ് ഓഫ് മാജിക് ലാമ്പ്. നമ്മുടെ ഈ സംഭവ കഥ നടക്കുന്നത് 18-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ്. ബ്രിട്ടീഷുകാർ കേരളത്തിലേക്ക് വന്ന സമയം. അവരിവിടേക്ക് വന്നത് പ്രധാനമായും കച്ചവടത്തിലായിരുന്നു. പോർച്ചുഗീസുകാർക്കും ഡച്ചുകാർക്കും ശേഷം ബ്രിട്ടീഷുകാർ ഇവിടെ ആധിപത്യം ഉറപ്പിക്കാൻ ശ്രമിക്കുന്ന സമയമായിരുന്നു. പക്ഷേ അവർക്ക് ഇവിടുത്തെ ചില നാട്ടുരാജാക്കന്മാരും ടിപ്പു സുൽത്താനും എതിരായിട്ടുണ്ട്. ടിപ്പു സുൽത്താനെ കീഴടക്കേണ്ടത് അവരുടെ ആവശ്യവുമായി. മൈസൂരിലേക്ക് കടക്കണമെങ്കിൽ കുറ്റ്യാടി ചുരം വഴി മാത്രമേ അക്കാലത്ത് പോകാൻ സാധിക്കുമായിരുന്നുള്ളൂ. കുറ്റ്യാടി ചുരം വളരെ അപകടം പിടിച്ചതും അവിടെ ടിപ്പുവിൻ്റെ ഒളിപ്പോരാളികൾ തങ്ങളെ ആക്രമിക്കാൻ കാത്തിരിക്കുന്നു എന്നതും ബ്രിട്ടീഷുകാരെ വളരെയധികം ഭയപ്പെടുത്തി. അതുകൊണ്ട് തന്നെ കാനനത്തിലൂടെ ഒരു പാത കണ്ടുപിടിക്കാൻ അവർ നിർബന്ധിതരായി. അതിനായി ബ്രിട്ടീഷുകാർ പലതരത്തിലുള്ള ശ്രമങ്ങൾ അക്കാലത്ത് നടത്തി. അവർ നാട്ടുപ്രമാണിമാരെയൊക്കെ സമീപിച്ചു നോക്കി. പക്ഷേ ആരും അതിന് സഹായിച്ചില്ല. കാരണം കോഴിക്കോട് നിന്ന് വയനാട്ടിലേക്ക് കാട്ടിലൂടെ പോവുക എന്നത് ഒരിക്കലും സാധ്യമായ കാര്യമായിരുന്നില്ല. പാമ്പും പുലിയും ആനയും ഒക്കെയുള്ള ആ കൊടുങ്കാട്ടിനെ അതിജീവിച്ച് കയറുക എന്നത് അത്യന്തം ഭയാനകമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ബ്രിട്ടീഷുകാർ ഒരാളെക്കുറിച്ച് കേൾക്കുന്നത്. കയ്യിൽ അരിവാളും ഒരു വടിയുമേന്തി അയാൾ എന്നും കൊടുങ്കാട്ടിലൂടെ യാത്ര ചെയ്യാറുണ്ടത്രേ. ബ്രിട്ടീഷുകാർ അയാളെ തേടി അവിടെ എല്ലാം അലഞ്ഞു. പക്ഷേ അയാളെ കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. ഒടുവിൽ അയാൾ തങ്ങളെ തേടി വരുമെന്ന് വിചാരിച്ച് മലകൾക്ക് മുകളിലൂടെ ഒരു വഴികാട്ടി തരുന്നവർക്ക് നിരവധി സ്വർണ്ണ നാണയങ്ങൾ കൊടുക്കുമെന്ന് ബ്രിട്ടീഷുകാർ പ്രഖ്യാപിച്ചു. പക്ഷേ ആരും മുന്നോട്ട് വന്നതേയില്ല. കച്ചവടം നടത്തണമെന്ന അതിയായ മോഹമുള്ള ബ്രിട്ടീഷുകാർ ഓരോ ദിവസവും പുതിയ വഴികൾ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിരുന്നു. വിജയിക്കാനുള്ള അവരുടെ എല്ലാ ശ്രമങ്ങളും എത്തി നിന്നത് ഒരു പേരിലായിരുന്നു, പണിയർ വിഭാഗത്തിൻ്റെ മൂപ്പനായ കരിന്തണ്ടനിൽ. കരിന്തണ്ടനെ അവർ കണ്ടെത്തി കരിന്തണ്ടനോട് അവർ സഹായം ആവശ്യപ്പെടുകയാണ്. കരിന്തണ്ടൻ ഒരു കാര്യം മാത്രമേ തിരിച്ച് ബ്രിട്ടീഷുകാരോട് ആവശ്യപ്പെട്ടുള്ളൂ, എൻ്റെ നാടിനെ ഒരിക്കലും നശിപ്പിക്കരുത്, പകരമായി ഞാൻ നിങ്ങൾക്ക് വഴി കണ്ടെത്തിത്തരാം. കോഴിക്കോട് അടിവാരത്ത് നിന്ന് വയനാട് ലക്കിടി വരെ 12 കിലോമീറ്റർ ദൂരമുള്ള താമരശ്ശേരി ചുരം എന്ന മഹത് സൃഷ്ടിയുടെ ഉദയമായിരുന്നു അത്. കയ്യിൽ അരിവാളും വടിയുമായി കരിന്തണ്ടൻ ബ്രിട്ടീഷുകാരെ സഹായിക്കാനായി പുറപ്പെട്ടു. അവർക്ക് കായ്കനികളും വെള്ളവും കൊടുത്ത് കാട്ടിലൂടെ അവരെ കൊണ്ടുപോകാനായിട്ട് അദ്ദേഹം തുടങ്ങി. അദ്ദേഹത്തിൻ്റെതായ ചില മാർഗങ്ങളുണ്ടായിരുന്നു. ഉദാഹരണത്തിന്, വളർത്തു മൃഗങ്ങളെ മുൻപേ അദ്ദേഹം കടത്തിവിടും. ആ മൃഗങ്ങൾക്ക് വളരെ പെട്ടെന്ന് വഴി കണ്ടെത്താനുള്ള കഴിവുണ്ടെന്ന് കരിന്തണ്ടന് അറിയാമായിരുന്നു. അതുമാത്രമല്ല, കാട്ടിലെ ഓരോ ചലനങ്ങളും കൈവെള്ളയിലെ വര പോലെ അദ്ദേഹത്തിന് വ്യക്തമായിരുന്നു. മൃഗങ്ങളുമായി അദ്ദേഹത്തിന് ഒരു പ്രത്യേക ബന്ധം തന്നെ ഉണ്ടായിരുന്നു. ഏതെങ്കിലും കാട്ടുമൃഗങ്ങൾ ആക്രമിക്കാൻ വന്നാൽ അവയെ പ്രത്യേക ശബ്ദമുണ്ടാക്കി ഓടിക്കാനും അദ്ദേഹത്തിന് കഴിവുണ്ടായിരുന്നു. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ മൃഗങ്ങളുടെ ഭാഷ പോലും അദ്ദേഹത്തിന് വശമുണ്ടായിരുന്നു. ഈ കഴിവുകളൊക്കെ കണ്ട ബ്രിട്ടീഷുകാർ പോലും അതിശയിച്ചു പോയി. അക്കാലത്ത് ജന്മിമാർക്ക് പോലും കഴിയാത്തൊരു കാര്യമാണ് ഈ മനുഷ്യൻ കാണിച്ചു കൊടുക്കുന്നത് എന്ന് ബ്രിട്ടീഷുകാർ ഓർത്തു. ഒടുവിൽ കരിന്തണ്ടൻ ബ്രിട്ടീഷുകാർക്ക് ആ വഴി മൊത്തമായി കാണിച്ചു കൊടുത്തു. വഴി കണ്ടെത്തിയോടുകൂടി ബ്രിട്ടീഷുകാർ അവരുടെ തനി സ്വഭാവം പുറത്തെടുക്കാനായിട്ട് തുടങ്ങി. ഈ വഴി കണ്ടെത്തിയതിൻ്റെ ക്രെഡിറ്റ് എക്കാലവും ആദിവാസിയായ കരിന്തണ്ടൻ്റെ മേൽ ആകുമെന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും കരിന്തണ്ടനെ കൊല്ലാനായിട്ട് അവർ ശ്രമിച്ചു. ബ്രിട്ടീഷുകാരുടെ കൂടെ ഉണ്ടായിരുന്ന ജന്മികൾ അതിനൊരു ഉപായം അവർക്ക് പറഞ്ഞു കൊടുത്തു. അദ്ദേഹത്തിൻ്റെ വലത് കൈയിൽ ഒരു അധികാരത്തിൻ്റെ വളയുണ്ട്.
ഈ വള അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് മാറ്റിയാൽ സ്വാഭാവികമായും കരിന്തണ്ടൻ മനോവിഷമത്തിലാവുമെന്നും അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസമെല്ലാം ചോർന്നു പോകും. ആ സമയത്ത് അദ്ദേഹത്തിനെ കൊല്ലാമെന്നും ബ്രിട്ടീഷുകാരോട് ജന്മിമാർ പറഞ്ഞു കൊടുക്കുന്നു. ഉറങ്ങാൻ പോകുന്ന സമയത്ത് കരിന്തണ്ടൻ തൻ്റെ വള ഊരി വയ്ക്കുക പതിവായിരുന്നു. അങ്ങനെ ഒരു രാത്രിയിൽ ജന്മിമാർ അദ്ദേഹത്തിൻ്റെ വള അവിടെ നിന്ന് മോഷ്ടിച്ചെടുത്തു. അടുത്ത ദിവസം കരിന്തണ്ടൻ നോക്കിയപ്പോൾ അധികാരത്തിൻ്റെ വള കാണാനില്ല എന്ന് കണ്ട് അദ്ദേഹം വളരെയധികം മനോവിഷമത്തിലായി. ഈ സാഹചര്യം മുതലെടുത്ത് ബ്രിട്ടീഷുകാർ അദ്ദേഹത്തിനെ വെടിവെച്ചു കൊന്നു. ഊരിലെല്ലാവർക്കും അദ്ദേഹത്തിനെ വന്യജീവികൾ ആക്രമിച്ച് കൊന്നു എന്ന വാർത്ത പരത്തുകയും ചെയ്തു. എല്ലാം അവിടം കൊണ്ട് അവസാനിച്ചു എന്ന് ആ ദുഷ്ടർ കരുതി. പക്ഷേ ഒന്നും അവിടെ അവസാനിച്ചിരുന്നില്ല. മരണം എന്നത് ഒരു തുടക്കം മാത്രമായിരുന്നു. ഈ വഴി വളരെ നല്ല രീതിയിൽ ബ്രിട്ടീഷുകാർ പണിഞ്ഞെങ്കിലും പിന്നീട് അങ്ങോട്ട് ഇവിടെ അപകടങ്ങൾ പതിവായി. ചങ്ങലയുടെ കിലുക്കവും അലർച്ചയും ഈ വഴിയിൽ പതിവായി കേൾക്കാൻ സാധിക്കുമായിരുന്നു. അപ്പോഴാണ് ജന്മിമാരും ബ്രിട്ടീഷുകാരും ചേർന്ന് ഒരു ജ്യോതിഷിയെ കണ്ടുമുട്ടുന്നത്. ഈ വഴിയിൽ ഒരു ആത്മാവ് അലഞ്ഞു തിരിയുന്നുണ്ടെന്ന് ജ്യോതിഷി പറഞ്ഞു. ഒടുവിൽ ചില മന്ത്രതന്ത്ര വിദ്യകൾ ഉപയോഗിച്ച് ലക്കിടിയിൽ ഒരു മരത്തിൽ ചങ്ങലയിൽ അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ അവരെന്നേക്കുമായി ബന്ധിച്ചു. ഇന്ന് ആ വഴിയിൽ തൻ്റെ നാടിനെയും കാത്തുകൊണ്ട് കരിന്തണ്ടൻ്റെ ആത്മാവ് ആ മരത്തിൽ കൂടിയിരിക്കുന്നു. അതുവഴി പോകുന്ന എല്ലാവരും മനസ്സുകൊണ്ട് ആ ആത്മാവിനെ തൊഴുതുകൊണ്ട് കടന്നുപോകും. അങ്ങനെ പോകുന്ന ഒരു വാഹനവും അപകടത്തിൽപ്പെടത്തില്ല എന്നൊരു വിശ്വാസം അവരുടെ ഇടയിലുണ്ട്. അത് ഒരു പരിധിവരെ സത്യവുമാണ്. നമ്മുടെ കഥകൾ ഇവിടെ അവസാനിക്കുന്നില്ല. പുതിയ കഥകളുമായി വീണ്ടും കണ്ടുമുട്ടാം. ടിൽ ദെൻ, ഗുഡ് ബൈ.